മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നെവിനും അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നെവിൻ ആ സമയത്താണ് ബിഗ് ബോസ് വിളിക്കുന്നത്. കണ്ണാടി നോക്കി സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ബിഗ് ബോസ് എല്ലാ കണ്ടസ്റ്റൻസിനും കൊടുക്കുന്നുണ്ട്. അനുമോളെ മാത്രമാണ് വിളിക്കാത്തത്. നെവിനെയും നൂറേനെയും ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നെവിൻ വന്നിട്ട് പറയുന്നുണ്ട് കണ്ണാടി നോക്കി സംസാരിക്കാനാണ് വിളിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് കണ്ണാടി നോക്കി സംസാരിക്കാൻ എനിക്കല്ലെങ്കിലേ വയ്യ, എനിക്ക് വയറുവേദന എടുക്കുന്നു. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴൊന്ന് അനുമോള് പറയുന്നുണ്ട് ബിഗ് ബോസ് നമ്മളോട് സംസാരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസ് നമ്മളോട് സംസാരിക്കുമല്ലോ, നമ്മളെ സംസാരിക്കണേ. ഈ ബിഗ് ബോസ് ആണെങ്കിൽ എപ്പോഴും അനുമോളെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് സംസാരിച്ചുകൂടെ ഈ ബിഗ് ബോസിന് എന്ന് അനുമോള് പറയുന്നുണ്ട്. എനിക്ക് വീട്ടിൽ പോകാൻ കൊതിയാകുന്നു, എനിക്കിവിടെ നിന്നിട്ട് വീർപ്പ് മുട്ടുകയാണ്. അന്ന് ഷാനവാസയ്ക്ക് നീയും തമ്മിൽ ആ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നിനക്ക് എത്ര വിഷമം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെയാണ് ഇപ്പോൾ എനിക്കും. ഞാൻ വന്ന അന്ന് തൊട്ട് ഇവിടെ പ്രശ്നങ്ങളാണെന്ന് അനുമോൾ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പം അച്ഛനും അമ്മയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പരിധി വരുമ്പോൾ അവർ നമുക്കെതിരെ സംസാരിച്ച് കഴിഞ്ഞാലും നമ്മൾ മാത്രമേ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ളൂ എന്ന് അനുമോൾ പറയുന്നുണ്ട്. നീ പറഞ്ഞത് വളരെ കറക്റ്റാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നെവിൻ പറയുന്നുണ്ട് ഞാനും മനീഷേട്ടനും ഇന്നലെ അക്ബറിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അക്ബർ എന്താണെങ്കിലും ഇനി എന്നോട് സംസാരിക്കാൻ വരില്ല, പുള്ളിക്കാരൻ ഒന്നാമത് എന്നെ ഇഷ്ടമല്ല. അങ്ങനെയൊന്നുമില്ല, അത് നമുക്ക് എന്താണെങ്കിലും പരിഹരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അനുമോള് ലക്ഷ്മിനെ കുറിച്ച് പറയാണ്, ഇന്നലെ എനിക്ക് അത്രയും വിഷമം ഉണ്ടായപ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ വന്നത് ലക്ഷ്മിയാണ്. എന്നെ ഇരുത്തി സംസാരിക്കുകയും എന്നെ നന്നായി മനസ്സിലാക്കുകയും ചെയ്തു. അവളിൽ ഞാൻ നല്ലൊരു ക്വാളിറ്റി കാണുന്നുണ്ട്. അവൾ എന്താ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. അവളുടെ ഗെയിമിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അധികം എന്നോടൊന്നും സംസാരിക്കാൻ വരാത്തത് തന്നെ. എനിക്കെന്താണെങ്കിലും അവൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയപ്പോൾ വലിയ വിഷമമൊന്നും തോന്നിയില്ല. പക്ഷേ എനിക്ക് അത് ഓർക്കുമ്പോൾ എന്നെ അത്രയും മോട്ടിവേറ്റ് ചെയ്ത് സംസാരിച്ചത് അവൾ തന്നെയാണെന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. നമ്മൾ പലരെയും മനസ്സിലാക്കുന്ന രീതി തെറ്റാണ്. ഞാൻ നല്ലതല്ല എന്ന് കരുതുന്നത് ലക്ഷ്മി പോലും നല്ലതായി. ആ ഒരു സമയത്ത് എന്നെ ആശ്വസിപ്പിക്കാൻ ലക്ഷ്മി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അനുമോൾ നെവിനോട് പറയുന്നുണ്ട്. എല്ലാം മാറും, നീ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കെ, ഇനി വെറും ഒരു ദിവസം മാത്രമേ ഉള്ളൂ.